ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കപ്പൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. വണ്ടി വിളിച്ചിട്ടുണ്ട്, ഊബർ ഇപ്പോൾ എത്തും. അപ്പോൾ അതേ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഓക്കെ ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് നമ്മുടെ സ്കാനിങ് സെൻറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം പോകണം. നമുക്ക് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക, എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മളെ കപ്പലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പോഴും ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ഒന്നും ടിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. അവിടെ പോകുമ്പോൾ തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് പാർട്ടിക്കാർ തന്നെയാണ് കേട്ടോ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. നമുക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ആവേണ്ടി വന്നിട്ടില്ല. എല്ലാം അവർ തന്നെ ചെയ്ത് തരാണ് ഉണ്ടായത്. അപ്പോൾ ദേ ആ കാണുന്നതാണ് നമ്മുടെ സ്കാനിങ് സെൻറ്റർ. നമ്മളവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് എല്ലാം ബുദ്ധിമുട്ടേണ്ടി വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ സ്കാനിങ് സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറി. ഇനി നമുക്ക് ബാഗൊക്കെ സ്കാൻ ചെയ്യണം. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ ഈ ലിക്വർ അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അങ്ങനെ എമ്മി ദേ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു എണീറ്റതാണ്. അവൾ ഉറങ്ങിയോണ്ട് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടു. പിന്നെ അതേ ഇവിടെ നമ്മളെ ബോഡിയൊക്കെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. പിന്നെ ഇതാ ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ് കപ്പൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബാഗൊക്കെ വേറൊരു വണ്ടിയിൽ കയറ്റി വിടും. പിന്നെ നമ്മളതേ ബസ്സിൽ കയറി, നമ്മൾ ബസ്സിലാണ് കേട്ടോ കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ ബസ് കയറി രക്ഷപ്പെട്ടു. ടിക്കറ്റൊക്കെ റെഡിയായി, എല്ലാവർക്കും കയറാൻ പറ്റി. പിന്നെ അതേ നമ്മൾ വന്ന് പോർട്ടിലെത്തിയിട്ടുണ്ട്. കൊച്ചിൻ പോർട്ടിൽ നിന്നാണ് നമുക്ക് കപ്പൽ. അപ്പോൾ നമ്മൾ കയറുന്നത് കവരത്തി കപ്പലാണ് കേട്ടോ. MV കവരത്തി. അപ്പോൾ അതാണ് ലക്ഷദ്വീപിലെ കപ്പലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കപ്പൽ. അങ്ങനെ നമുക്ക് ക്യാബിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെട്ടു. എമ്മി ഭയങ്കര കച്ചറായിരുന്നു, ഭയങ്കര കുരുത്തക്കേടാണിപ്പോൾ. അങ്ങനെ കപ്പലിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയാൽ മതി. അങ്ങനെ അതേ ഉമ്മയും എമ്മിയും കയറാണ്. ഉമ്മ എമ്മിനെ എടുത്തുകൊണ്ടാണ് കയറുന്നത്. അങ്ങനെ നമുക്ക് ലക്ഷദ്വീപിൽ നിന്നാകുമ്പോൾ ബോട്ടിൽ മാറി കയറണം. എല്ലാ ദ്വീപിലും അല്ല, ചില ദ്വീപിൽ കപ്പൽ അടുപ്പിക്കും. ഞങ്ങളുടെ ദ്വീപിൽ, ആന്ത്രോത്ത് ദ്വീപിൽ ഈ കവരത്തി കപ്പൽ അടുപ്പിക്കുന്നില്ല. നമുക്ക് ബോട്ടിൽ മാറി ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് വേണം പിന്നെ പാലത്തിലേക്ക് ബോട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ക്യാബിൻ നോക്കി പോവാണ് കേട്ടോ. ലഗേജൊക്കെ എടുത്തിട്ട് ക്യാബിനിലേക്ക്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ക്യാബിൻ. നമുക്ക് സെക്കൻഡ് ക്ലാസ് ക്യാബിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 ബെഡ് ഉണ്ടാവും, പിന്നെ വാഷ്റൂം ഉണ്ടാവും. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. ഇതാകുമ്പോൾ നമുക്കൊരു പ്രൈവസി ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഷെൽഫുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അതെ, നല്ലൊരു അത്യാവശ്യം നമുക്ക് ബാഗൊക്കെ ഒതുക്കി വെക്കാം. പിന്നെ നമുക്ക് കിടക്കാനൊക്കെ അത്യാവശ്യം ഒരു 2 ആൾക്ക് വേണമെങ്കിലും കിടക്കാൻ പറ്റുന്ന ടൈപ്പ് ബെഡാണ്. ഇപ്പുറത്തും ഉണ്ട് ഇതുപോലെ 2 ബെഡ്, മുകളിലും താഴെയായിട്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പക്ഷേ MV കോറൽ, MV ലഗൂൺസിൻ്റെ ഒക്കെ ക്യാബിൻ ഇതിലും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അത് വേറെ 2 ഷിപ്പാണ് ലക്ഷദ്വീപിൻ്റെ. അപ്പോൾ കവരത്തി ഷിപ്പിനേക്കാളും എനിക്ക് മറ്റേതാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനത്തെ ഇതാണ് വാഷ്റൂം വരുന്നത്. അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ക്ലോസറ്റിലൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗകര്യമുള്ള വാഷ്റൂം തന്നെയാണ്. അല്ലാതെ നമ്മൾ ബങ്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടായിരിക്കും വാഷ്റൂം ഉണ്ടാവും. അതുപോലെ വേറെ ആൾക്കാരും ഉണ്ടാവും. ഡോർമെറ്ററി പോലെയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഇതാകുമ്പോൾ ഡോറടിച്ച് അകത്തിരുത്തിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നതാണ്.
പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ വന്നത്. നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഈ കപ്പലിൽ, കാറ്ററിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സലീം എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുഡും നമ്മൾ നല്ല വിശന്നിട്ടായിരുന്നു വന്നത്. രാവിലെ കഴിച്ച ഫുഡുമായിട്ട് വന്നിട്ട് നമുക്ക് സ്കാനിങ് സെൻറ്ററിൽ കുറേ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നേരെ ആൾ നമുക്ക് ചായ തരാൻ വേണ്ടി നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് കപ്പലിലെ ഫുഡ് കേട്ടോ. ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചെറുപയർ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ സാലഡും അച്ചാറും. അപ്പോൾ ഞാൻ ചപ്പാത്തി ആയിരുന്നു വാങ്ങിയത്, ബാപ്പയും ചപ്പാത്തി ആയിരുന്നു, ഉമ്മ ചോറായിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ക്യാബിനിൽ തന്നെ ഇരുന്നു. പിന്നെ ഉറങ്ങിപ്പോൾ എണീച്ച് ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മുടെ ദ്വീപ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്, ആന്ത്രോത്ത് ദ്വീപ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് പോയിട്ട് വീഡിയോ എടുത്താണ്. അങ്ങനെ ചെറുതായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക്. ഇതാണ് ഒരു കുട്ടി ദ്വീപാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി, സമാധാനമായി, എത്തിയല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് കപ്പലിലുള്ള സ്വിമ്മിങ് പൂളാണ്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് കപ്പലിൻ്റെ ഏറ്റവും ടോപ്പാണ് കേട്ടോ. ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് ഉള്ള വ്യൂ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് നമ്മുടെ ആന്ത്രോത്ത് ദ്വീപ്. അങ്ങനെ നല്ലൊരു സമാധാനമായി, നാടെത്തിയല്ലോ. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്, ഫോണ് താഴെ വീണു പോകുമോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാഗൊക്കെ റെഡിയാക്കി താഴെ ഇറങ്ങണം. നമ്മൾ ക്യാബിനാകുമ്പോൾ കുറച്ച് മുകളിലായിരിക്കും, പക്ഷേ നമ്മൾ ഇറങ്ങേണ്ട ഡോറ് താഴെയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴെ വരണം, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ബോട്ടിലേക്ക് മാറണം. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകുന്ന വഴി ബങ്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ബെഡ് ഉണ്ടാവും, ഡോർമെറ്ററി പോലെ. അപ്പോൾ ഇതാണ് ബങ്ക് ക്ലാസ്. ഇപ്പോൾ നമ്മൾ ബോട്ടിലേക്കാണ് കേട്ടോ ഇറങ്ങുന്നത് കപ്പലിൽ നിന്ന്. ഉമ്മയും എമ്മിയും കൂടി ഇറങ്ങാണ്. ഇങ്ങനെ നമ്മളെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും, പേടിക്കാനൊന്നുമില്ല. എന്നാലും ബോട്ട് ഇങ്ങനെ താഴ്ന്നും പൊന്തിയും നിൽക്കുമല്ലോ. എമ്മി വേറെ ആരോ എടുത്തായിട്ട് ഇങ്ങനെ കരയാണ്, വേറെ ആരുടെ അടുത്ത് അവൾ നിൽക്കില്ല. അങ്ങനെ നമ്മൾ ബോട്ട് എടുത്തു. ഇതാണ് നമ്മൾ വന്ന കവരത്തി MV കവരത്തി കപ്പൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. ഇനിയിപ്പോൾ ജെട്ടിയിലേക്ക് ബോട്ട് പോകും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത്. കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് മാറി കയറുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അത് ശീലമായി, എന്നാലും ചില സമയത്ത് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ടൈമിൽ ഇപ്പോൾ കടൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചില സമയത്ത് കടൽ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പേടിയാവും ഇറങ്ങാനൊക്കെ. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ജെട്ടിയിലേക്ക് മാറി കയറിയിട്ടുണ്ട്. ബോട്ടിൽ നിന്ന് മാറി കയറിയത് ഇതാണ് നമ്മുടെ ബീച്ച്. അങ്ങനെ സമാധാനമായി. പിന്നെ നമുക്ക് പാർട്ടിക്കാരുടെ ഓട്ടോ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലേക്ക് ആക്കിത്തരാൻ. ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഉപകാരമുണ്ട്. ടിക്കറ്റിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതും പാർട്ടിക്കാർ തന്നെ അറേഞ്ച് ചെയ്തതെന്നാണ്. പിന്നെ നമ്മളെ വീട്ടിലേക്കും അവർ തന്നെ, പാർട്ടിക്കാർ തന്നെ കൊണ്ടുപോയി ആക്കി തരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീട്. ഇവിടെ അങ്ങനെ ആരും ഉണ്ടാവാറില്ല, ഉമ്മാൻ്റെ സിസ്റ്ററും ഫാമിലിയും മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ, വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിച്ച് ഫ്രഷ് ആവണം, എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വോട്ടിടാൻ വേണ്ടി പോകണം. ഞാൻ ആദ്യമായിട്ടോ വോട്ടിടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വോട്ടിടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.